ഇവിടുത്തെ ലോക്കൽ ഡിഷ് ചിൽട്ട തന്നെയാണ്. അപ്പോൾ ചിൽട്ട എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കോമൺ കാര്യമാണ്. അപ്പോൾ ഇവരുടെ സ്ഥലത്ത് വന്നപ്പോഴും നമ്മൾ വേറൊരു സ്ഥലത്തും ചിൽട്ട തന്നെയാണ് കണ്ടത്. ഇത് ഇവിടെയും ചിൽട്ടയാണ്. അപ്പോൾ ഇവരുടെ ചിൽട്ട എങ്ങനെയാണെന്ന് നോക്കാം. ഫാഫ്ര എന്ന് പറഞ്ഞൊരു മാവിട്ടാണ് ഇങ്ങനെ കലക്കുന്നത്. ഫാഫ്ര എന്ന് പറയുമ്പോൾ ഇത് ബക്ക്വീറ്റിൻ്റെ ഫ്ലവറാണ്. ബക്ക്വീറ്റ് ഫ്ലവർ അതിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കിയെടുക്കും. നല്ല തിക്കായിട്ടുള്ള അപ്പത്തിൻ്റെയൊക്കെ മാവ് പോലെ അല്ലെങ്കിൽ ദോശ മാവ് പോലെയൊക്കെ കലക്കിയെടുക്കും. അപ്പോൾ ഇതാണ് ഇവർ. അതിന് എന്നിട്ട് ദോശക്കല്ലിലേക്ക് ചിൽട്ട കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തുന്നത്. അവർക്ക് കൈയാണ് ഏറ്റവും നല്ല ആയുധം. അവർക്ക് പ്രത്യേകിച്ച് തവിയൊന്നും ആവശ്യമില്ല. അതാണ് ഇവിടെ കണ്ടൊരു പ്രത്യേകത. വലിയ ദോശക്കല്ലാണ്, അതുകൊണ്ട് അറ്റ് എ ടൈം ഒരു 3 എണ്ണം വരെ ചുടാൻ സാധിക്കും. ശരിക്കും നമ്മുടെ ദോശ പോലെ തന്നെയാണ് ചിൽട്ട. ഇതൊരു പഴയ വീടാണ്. ആ വീടിൻ്റെ അപ്സ്റ്റേഴ്സിൽ നിന്നുകൊണ്ടാണ് ഇവിടുത്തെ മുത്തശ്ശി നോക്കുന്നത്. താഴെ നമ്മൾ ബാക്ക് യാർഡിൽ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയില്ല. അപ്പോൾ അവിടെ നോക്കിയാൽ കാണാം. നല്ല രസമുണ്ടല്ലോ ഇവിടുത്തെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ ദോശ എന്ന് ഞാൻ പറഞ്ഞത് അറിയാതെ പറഞ്ഞു പോയതാ. എനിക്ക് കണ്ടിട്ട് ദോശ പോലെ തോന്നിയപ്പോൾ ഇനി ഇത് തിരിച്ചിട്ടുണ്ട് ചിൽട്ട. ഓരോ സ്ഥലത്ത് വരുമ്പോൾ ഓരോ പേര് പറയണമല്ലോ. ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ഒരുപോലെയൊക്കെ നമ്മൾ ഗോതമ്പ് ദോശ ചുടുന്ന പോലെ ഇവർ ഇവിടുത്തെ ബക്ക്വീറ്റ് ഫ്ലവർ വെച്ചിട്ട് ദോശ പോലെ കലക്കി ചുട്ടെടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ ഒരു സബ്ജി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന പച്ചക്കറികൾ ഇലവർഗ്ഗങ്ങളൊക്കെ ഇവർ ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ പാലക്ക് ഇവിടെ കോമൺ ആയിട്ടുണ്ടാകുന്ന സാധനം. പാലക്ക് വെച്ചിട്ടൊരു സബ്ജി ഉണ്ടാകും. പാലക്ക് എൻ്റെ ക്യാ ഹേ ധനിയ. ഓ അയ്യോ, എനിക്ക് മല്ലിയില കണ്ടിട്ട് മനസ്സിലായില്ല. കാര്യം പൂത്ത് നിൽക്കുന്ന മല്ലിയിലയിൽ നിറച്ച് പൂവുണ്ട്. ഞാൻ അങ്ങനെ പൂവുള്ള മല്ലിയില കണ്ടിട്ടില്ല. പൂത്ത മല്ലിയിലയും എല്ലായിടത്തും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൂത്തത് മീൻസ് പൂപ്പല്ല, പൂവുള്ള മല്ലിയില. അപ്പോൾ പാലക്കിൻ്റെ ഇലയെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോണ കാര്യങ്ങൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഓപ്പൺ എയറിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഒരു തണുത്ത അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി റൂറൽ ശരിക്കൊരു വില്ലേജ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ റസ്റ്റിക് സ്റ്റൈലാണ് ഉണ്ടാക്കുന്നതും എല്ലാം കഴിക്കുന്ന. അവരുടെ ആഹാര രീതി എല്ലാം ആ ഒരു സ്റ്റൈലാണ്. ഇപ്പോഴത്തെ ജനറേഷനൊക്കെ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. ഒരുപാട് പേര് എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു, സിറ്റീസിലൊക്കെ പഠിക്കുന്നവരുണ്ട്, ഷിംലയിലൊക്കെയാണ് പഠിക്കുന്നത്. എന്നാൽ അവർ ജീവിക്കുന്നത് അങ്ങനത്തെ പഴയ വീടുകളും അതൊക്കെ ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭക്ഷണ രീതിയും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതെനിക്കിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരിത്തി. നല്ലൊരു കാഴ്ചയെ കൂടെ കാണാൻ സാധിച്ചു. ഇതിൻ്റെ മേളിൽ ഒരാളിരുന്ന് ആട്ടുകുട്ടിക്ക് കുപ്പിയിൽ പാൽ കൊടുക്കുകയാണ്. എനിക്ക് അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. കാര്യം പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ചിൽട്ട ഉണ്ടാക്കി കഴിഞ്ഞു. കല്ല് മറിച്ചിട്ടു. കല്ലിനെ എടുത്ത് മറിച്ചിട്ട് കഴിഞ്ഞു. പാത്രത്തിലേക്ക് മാറ്റി ചിൽട്ട ദോശ. നമ്മുടെ ദോശ ചിൽട്ട. ഓക്കെ, അതിവിടെ ഒരു ഇതിൽ വെച്ചു. ഇനി അടുത്ത പാത്രം അടുപ്പിൽ വെച്ച് സബ്ജി തയ്യാറാക്കാൻ പോകുന്നു. അപ്പോൾ എണ്ണ ഒഴിച്ച് ചൂടാക്കി ഇനി അതിലേക്ക് കുറച്ച് അതായത് കടുക് താളിക്കുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ ഇടും. നോക്കാം നമുക്ക്. ഇവിടെ മേളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് എടുത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്. അപ്സ്റ്റേഴ്സ് ആൻഡ് ഡൗൺ സ്റ്റേഴ്സ് തമ്മിൽ വലിയ ഹൈറ്റ് ഡിഫറൻസ് ഇല്ല. അവിടെ നിന്ന് ഇങ്ങനെ സാധനങ്ങൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുക. സവാള ആദ്യം ഇടുന്നു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പ്, നമക്, ഉപ്പ്, ജീരകം പൊടിച്ചത്, മല്ലിപ്പൊടി. ഓക്കെ, ഇട്ടു. ഇനി ഇല ഇടാൻ പോകണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇട്ടു. ഇനി സ്പിനാഷ്, അത് പാലക്കരിഞ്ഞത്, അതും കൂടി ചേർത്തു. അപ്പോൾ ഇട്ട കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. എണ്ണ ചൂടാക്കി അതിലേക്ക് എന്തൊക്കെയാണ് ചേർത്തേ? മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ അതിനിട്ട് ജീരകപ്പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തൊന്ന് വഴറ്റി പാലക്കരിഞ്ഞത് അതിനകത്തിട്ട് വഴറ്റി. ഇനി എന്താ ചെയ്യണം? ഇനി കുറച്ച് ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, പാലൊക്കെ പെട്ടെന്ന് വാടി കിട്ടും. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ട് ഇനി അവസാനം മല്ലിയിലയും കൂടെ അതിനകത്ത് ഇടുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ തമാശ. കാര്യം പാലക്കന്നൊരു ഇലയാണ്, അതിൻ്റെ കൂടെ മല്ലിയില ഇടുമ്പോൾ അതിനൊരു വേറൊരു ഫ്ലേവർ, അത് മറ്റൊരു ഇല. അപ്പോൾ 2 ഇലയുടെ കോമ്പിനേഷൻ.
ഈ വീടിൻ്റെ ചുറ്റുമുള്ള മതിലെന്ന് പറയുന്നത് കല്ലാണ്. ഇവിടെ കല്ലും തടിയും കൊണ്ടാണ് കൺസ്ട്രക്ഷൻ. ആ കല്ലിൻ്റെ മുകളിൽ മുഴുവൻ വിറക് ഇങ്ങനെ ചുറ്റും അടുക്കിയിട്ടുണ്ട്. അതാണ് ഇവരുടെ ഫയർവുഡ്. അതിങ്ങനെ ഉണങ്ങിയൊക്കെ കിടക്കും, ആവശ്യമനുസരിച്ച് ഉപയോഗിക്കാം. അങ്ങനെ ഭയങ്കരമായിട്ട് ഉണങ്ങില്ല, കാര്യം ഇതൊരു കോൾഡ് ക്ലൈമറ്റ് ആണല്ലോ. രാത്രിയൊക്കെ നല്ല തണുപ്പാണ്, മഞ്ഞ് വീഴ്ച ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ 6 മാസത്തെക്കുറിച്ച് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കണം അത് കേട്ടപ്പോൾ. അതായത് ഡിസംബർ മുതൽ ഇത്രയും ദിവസം, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വരെ ഏതാണ്ട് ഒരു 5-6 മാസം ഫുൾ സ്നോ ആണെന്നുള്ള കാര്യം ആലോചിച്ച് നോക്കും. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊന്നും വർക്ക് ചെയ്യാനൊന്നും പോയില്ല. വർക്ക് ചെയ്യാൻ മീൻസ് ഗവൺമെൻറ് സർവൻസ് ഒക്കെ പോകും, എംപ്ലോയിഡ് ആയിട്ടുള്ളവർ പോകും. അല്ലാതെ ഈ ഫീൽഡിലേക്ക് പോകുന്നവർ, വയലിൽ പോയി പണി ചെയ്യുന്നവർക്ക് കൃഷിയൊന്നും ഉണ്ടാവില്ലല്ലോ, അവർക്കൊന്നും പണിയില്ല. വീട്ടിനകത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കാം, ഇങ്ങനെ തീയെല്ലാം കാഞ്ഞ് അടുപ്പിൻ്റെ അടുത്ത് തന്നെ. അതായിരിക്കും അപ്പോഴത്തെ സമയത്ത് ആ ഒരു ഹൈബർനേഷനിലായിരിക്കും ആ സമയത്ത്. ഈ എന്താ പറയുക, സ്ക്യൂറൽസ് ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെയല്ലേ, മഞ്ഞ് സ്ഥലത്തുള്ള ആൾക്കാരെല്ലാം മഞ്ഞിൻ്റെ സമയത്ത് ആ മൃഗങ്ങളെല്ലാം ആ സ്റ്റോക്ക് ചെയ്യും, അവർക്ക് ആവശ്യമുള്ള നട്ട്സ് കാര്യങ്ങളെല്ലാം. എന്നിട്ട് ആ കൂടിനകത്ത്, അതായത് മരത്തിൻ്റെ അകത്തുള്ള പിന്നെ ചെറിയ ഓട്ട ഉണ്ടാവുമല്ലോ, അതിനകത്താണല്ലോ അവന്മാരുടെ കൂട്, അതിനകത്ത് ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് 6 മാസം അവരിങ്ങനെ ഇരിക്കില്ലേ വെയിറ്റ് ചെയ്ത്, അതുപോലെ ഇരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ നല്ല ഒരു ഫെയറി ടെയിൽ സങ്കല്പങ്ങളാണ്. ഉണ്ടാക്കിയ കാര്യങ്ങൾ എങ്ങനെയാണ് കഴിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഇങ്ങനെ ചിൽട്ട, അതിൻ്റെ കൂടെ പാലക് സബ്ജി, ഇത് രണ്ടും കൂടി വെച്ചിട്ട് കഴിച്ച് കാണിക്കുകയാണ്. ഇതാ, ഓ വെരി ഗുഡ്. അവർ കഴിച്ച് കാണിക്കുന്നുണ്ട്. അച്ഛാ ഹേ ബഹുത് അച്ഛാ, വളരെ നന്നായിരിക്കുന്നു. ഓ ഓക്കെ, ഫേവറേറ്റ് ഫുഡാണ്. ടേസ്റ്റ് ഹേ, ബഹുത് അച്ഛാ ടേസ്റ്റ് ഹേ.